ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡയറ ടാക്സിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. എന്റെ പോലത്തെ ഒരു മൈൻഡ് സെറ്റ് ആണോ നിങ്ങൾക്കെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആദ്യം എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയ സമയത്ത് ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നപ്പോൾ കിട്ടിയപ്പം ഞാൻ വിചാരിച്ചത് ഇൻട്രൊഡക്ഷൻ അല്ലെ ചീല് കേസ് വിട്ട് കളയാന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴല്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ എക്സാമിന്റെ അടുത്ത് എത്തുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് റെഫർ ചെയ്യുമല്ലോ, മിക്ക ക്വസ്റ്റ്യൻസും ഇത് റിലേറ്റ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ വെയിറ്റേജ് നോക്കുമ്പോൾ ജസ്റ്റ് 5% നമ്മുടെ ഫസ്റ്റത്തെ മൊഡ്യൂളിൽ, പക്ഷേ സെക്കൻഡ് മൊഡ്യൂളിൽ 35% ഉണ്ട് വെയിറ്റേജ്. ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഈ സെക്കൻഡ് മൊഡ്യൂളത്തെ ക്വസ്റ്റ്യൻസിന്റെ കൂടെ നമ്മുടെ ഫസ്റ്റത്തെ മൊഡ്യൂളത്തെ ക്വസ്റ്റ്യൻസും കൂടി ഒരുമിച്ചാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക നമ്മുടെ എക്സാമിൽ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പാഠം അറിയില്ലെങ്കിൽ നമ്മൾ വാ പൊളിച്ചിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇത് പഠിച്ചിട്ട് വേണം മറ്റുള്ള കാര്യത്തിലേക്ക് പോകാൻ, ബിക്കോസ് ഇതാണ് നമ്മുടെ ബേസ്. പിന്നത്തെ കാര്യം എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള സബ്ജക്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചും കൂടി ഈസി ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. അതേപോലെ തന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. അപ്പോൾ പിന്നെ മാക്സിമം നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് നന്നായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും 2-3 മാർക്ക് അവിടെ ഇവിടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്ക് വെച്ചിട്ട് പാസ്സാവാനും പറ്റും. അപ്പോൾ പിന്നെ അതല്ലേ നല്ലത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ടീച്ചിങ് രീതി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും എനിക്കെല്ലാം വായിച്ച് മനസ്സിലാക്കി പഠിക്കാനാണ് ഇഷ്ടം. പിന്നെ മറ്റുള്ള സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് കുഞ്ഞ ടെക്സ്റ്റ് ബുക്കാണ്. അതേപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമാണ് വായിക്കാനായിട്ട്. അങ്ങനെ വായിക്കുമ്പം എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും. നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് അപ്പം കിട്ടും. എൻ്റെ മിക്ക ടീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരിക്കലും ഒന്നും മൊത്തത്തിൽ പഠിക്കാൻ പറ്റില്ല. സംഭവം അത് കറക്റ്റ് ആണെങ്കിലും എനിക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മൊത്തം വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങനത്തെ ഒരു ടീച്ചിങ് ആണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബിക്കോസ് പല രീതിക്കുള്ള ടീച്ചിങ്സ് ഉണ്ട്. ജസ്റ്റ് പോയിന്റ്സ് മാത്രം പറഞ്ഞു തരുന്ന ടീച്ചിങ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾ മൊത്തത്തിൽ പഠിച്ചാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരുമ്പോഴും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എക്സാമിന് 2 മാസം മുന്നേ അല്ലെങ്കിൽ 1 മാസം മുന്നേ ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിർത്തി നിങ്ങൾ വേറെ വല്ല വീഡിയോസ് കാണുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇത് ഞാൻ ഈച്ച് ആൻഡ് എവറി ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് നോക്കുമ്പോൾ അത്യാവശ്യം ലെങ്തി ആണ്, പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം പോലും അറിയാണ്ട് പോവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഉറപ്പ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ക്ലാസ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. It was only for the good of his subject that he collected taxes from them, just as the sun draws moisture from the earth to give it back 1,000 folds. ഇതൊരു കോട്ടാണ്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കിങ് ടാക്സ് കളക്ട് ചെയ്യുന്നത് എന്താണ് നമ്മുടെ സിറ്റിസൺസിന് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുന്നതാണ് നമ്മുടെ സൺ മോയ്സ്ചർ എർത്തിൽ നിന്ന് കളക്ട് ചെയ്യണത് തിരിച്ച് മഴയായിട്ട് പെയ്ത് കൊടുക്കുന്നുണ്ടെന്ന്. ഇതുകൊണ്ട് ഇവരെന്ത് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നിന്ന് ടാക്സ് കളക്ട് ചെയ്യണത് നമുക്ക് തന്നെ തിരിച്ചു തരുന്നുണ്ട് മറ്റുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ നമ്മുടെ ഉപകാരത്തിന് തന്നെയാണ് നമ്മുടെ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. നമ്മുടെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കത് അത്ര തൃപ്തിയില്ല, എന്നാലും ടെക്സ്റ്റ് ബുക്കിൽ അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഈ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനിത് ക്ലാസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോഴേ നിങ്ങൾ മനസ്സിലാവും, ഓ ഇതിൽ നിന്ന് ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. In a welfare state, the government takes primary responsibility for the welfare of its citizen, as in matters of healthcare, education, employment, infrastructure, social security, and other development needs. To facilitate this, government needs revenue. Taxation is the primary source of revenue to the government for incurring this expense. അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ആണ് നമ്മുടെ മിക്ക റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ സെക്യൂരിറ്റി, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും. ഇതൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ്സിന് എന്ത് വേണം? റവന്യൂ വേണം. റവന്യൂ അവർക്ക് എവിടെ നിന്ന് കിട്ടുക? ടാക്സ് കളക്ട് ചെയ്തിട്ട്. അപ്പോൾ ടാക്സേഷൻ ഈസ് എ പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ ടു ദി ഗവൺമെന്റ് ഫോർ ഇൻക്ലൂഡിംഗ് സച്ച് പബ്ലിക് വെൽഫെയർ എക്സ്പെൻഡിച്ചർ. In other words, government is taking tax from the public through its one hand, and through another hand it incurs welfare expenditure for public at large. ഇതിനെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഒരു കൈ കൊണ്ട് നമ്മുടെ നിന്ന് ടാക്സ് കളക്ട് ചെയ്യും, മറ്റേ കൈ കൊണ്ട് നമുക്ക് ഉപകാരങ്ങൾ ചെയ്യുമെന്നാണ് ഇതിൽ പറയുന്നത്. However, no one enjoys handing over his hard-earned money to the government to pay taxes. Thus, taxes are compulsory or enforced contribution to the government revenue by public. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആർക്കും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയിൽ ടാക്സ് കൊടുക്കാനായിട്ട് ഇഷ്ടമല്ല. പക്ഷേ ഈ ടാക്സ് കളക്ഷൻ അതൊരു എൻഫോഴ്സ്ഡ് കോൺട്രിബ്യൂഷൻ ആണ്, അത് കമ്പൽസറി ആണ്, നമ്മൾ എന്തായാലും ടാക്സ് കൊടുക്കണം. The government may levy tax on income, business profit, or wealth, or
ആഡ് ഇറ്റ് ടു ദ കോസ്റ്റ് ഓഫ് സം ഗുഡ്സ് സർവീസ് ആൻഡ് ട്രാൻസാക്ഷൻ. ഗവൺമെന്റ് നോർമലി നമ്മുടെ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻകത്തിൽ നിന്ന്, ബിസിനസ് പ്രോഫിറ്റിൽ നിന്ന്, നമ്മുടെ വെൽത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഡ്സോ സർവീസോ ട്രാൻസാക്ഷൻ്റെ കൂടെ ഇവർ ഈ ടാക്സും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇവരെ കാര്യങ്ങൾ നടത്തുന്നത്. ഇതാണ് ഈ ഒരു പാരഗ്രാഫിലുള്ളത്. ഈ ഒരു പാരഗ്രാഫ് 2-3 വട്ടം വായിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസും വരും. ഫോർ എക്സാമ്പിൾ, എന്താണ് ടാക്സ്, എന്തുകൊണ്ടാണ് ടാക്സേഷൻ ഇമ്പോസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ടാക്സ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബേസിക് റീസൺസ് ടു ഇമ്പോസ് ടാക്സേഷൻ. So question, what is tax? Answer, tax is the primary source of revenue to the government. Tax are compulsory and enforced contribution to the government revenue by the public. The government may levy tax on income, business profit, wealth, cost of goods, service, etc. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിക്കാം. ബേസിക് റീസൺസ് ടു ഇമ്പോസ് ടാക്സേഷൻ. എന്തിനാണ് ടാക്സ് നമ്മുടെ മുകളിൽ ഇമ്പോസ് ചെയ്യാനുള്ള കുറച്ച് റീസൺസ്, 3 റീസൺസ് ആണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തത്, ടു പ്രൊവൈഡ് ബേസിക് ഫെസിലിറ്റീസ് ഫോർ എവറി സിറ്റിസൺ ഓഫ് ദ കൺട്രി. Whatever money is received by the government from taxation is spent by it for the welfare of the citizen of the country. Some of the services provided by the government are healthcare, electricity, road, education system, free houses for the poor, water supply, police, firefighters, judiciary system, disaster relief, taking care of the bridges and other things of public welfare. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത അതേ പോയിന്റ് തന്നെയാണ് ഏകദേശം. നമ്മുടെ സിറ്റിസൻസിന് ബേസിക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനാണ് ഒന്നാമത്തെ റീസൺ. നമ്മുടെ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡ് ബേസിക് ഫെസിലിറ്റീസ് ഫോർ എവറി സിറ്റിസൺ ഓഫ് ദ കൺട്രി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് കിട്ടുന്ന പൈസ നമ്മുടെ സിറ്റിസൻസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഹെൽത്ത് കെയർ തരും, ഇലക്ട്രിസിറ്റി തരും, റോഡ് തരും, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം, പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കും, വാട്ടർ സപ്ലൈ, പോലീസ്, ഫയർ ഫൈറ്റേഴ്സ്, ജുഡീഷ്യറി സിസ്റ്റം, ഡിസാസ്റ്റർ റിലീഫ്, ടേക്കിംഗ് കെയർ ഓഫ് ദ ബ്രിഡ്ജസ്. അതുപോലെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ന് ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇതാണ് ഒന്നാമത്തെ റീസൺ നമ്മുടെ ഇന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഫിനാൻസ് മൾട്ടിപ്പിൾ ഗവൺമെൻറ്റ്സ്. ഓൾ ദി ലോക്കൽ ഗവൺമെൻറ്റ്സ് ഓഫ് ദി സ്റ്റേറ്റ് ലൈക്ക് വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ റിസീവ് ഫണ്ട് ഫ്രം ദ ഫിനാൻസ് കമ്മീഷൻ. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ഗവൺമെൻറ്റ്സ് ഉണ്ട് അല്ലേ, വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇവർക്കൊക്കെ ഇങ്ങനെ പോകണ്ടേ, ഇവരെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നടക്കണമെങ്കിൽ അതിനും ടാക്സ് വേണം. മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലൈഫ്. ടാക്സ് പേയേഴ്സ് റിസീവ്സ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് വെൽത്ത് ഫ്രം ദ ഗവൺമെന്റ് ഇൻ കേസ് ഓഫ് എക്സ്റ്റേണൽ അഗ്രഷൻ, ഇന്റേണൽ ആംഡ് റിബേലിയൻ ഓർ എനി അതർ സിറ്റുവേഷൻ. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് കളക്ട് ചെയ്ത് ടാക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫും വെൽത്തും ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിക്കാം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടാക്സ് ലോസ്. ഓക്കെ, ഇത് വായിക്കാം എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. Both of the boards have been constituted under the Central Board of Revenue Act 1963. CBDT deals with the levy and collection of all direct tax, whereas matters relating to levy and collection of central indirect tax are dealt by CBIC. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ബോർഡാണുള്ളത്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. ഓക്കെ, ഈ 2 എണ്ണത്തിനാണ് ഇവർ ബോർഡ് എന്ന് പറയുന്നത്. ഈ 2 ബോർഡും, ഏത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ടിൻ്റെ കീഴിലാണ്. ഓക്കെ, നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. ആ പേര് സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963 താഴെയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസും വന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്താണ് നോർമലി നോക്കുക, നമ്മുടെ ഡയറക്റ്റ് ടാക്സ് ഒക്കെ കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് എന്തൊക്കെയാണ് നോക്കുക, നമ്മുടെ കസ്റ്റംസും അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. നിങ്ങളിപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നമ്മൾ പറയില്ലേ, ഒരു കാര്യത്തിന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഇത്ര ഈസിയാന്ന് തോന്നും. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് ഇത് ഇത്ര വലുതാണെന്ന് മനസ്സിലാവും. അങ്ങനെ ഓരോ മൊഡ്യൂളിലും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ഇത്ര പഠിച്ചു വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം.